ഇത്ര നാളും ഓപ്പറേഷത്തിന് വരെ പോകാതെ 10 പൈസ കൈമേലില്ലായിട്ട് ഞാൻ ഓപ്പറേഷത്തിന് വരെ പോകാട്ടുന്നത്. എന്റെ മോളെ ഭർത്താവായിരുന്നത്. ഒരു വയ്യൂല്ല കൊണ്ടേ കാണിക്കാന്. മറ്റേ ഓപ്പറേഷത്തിന് ഒരു വയ്യും കാണുന്നില്ല. മംഗലപ്പടിക്ക് പോയിട്ടെല്ലാം ജീവിച്ചിട്ട് വരുന്നതാ മംഗലപ്പടി. ഇപ്പൊ മംഗലപ്പടിയും ഇല്ല. കുളിയ വാങ്ങാൻ വരെ ഒരു മാർക്കും കാണുന്നില്ല. ഡോക്ടറെല്ലാം പോയി ആയിക്കൊണ്ട് 2 ഓപ്പറേഷൻ എങ്ങനെയും കഴിച്ച് 3ാമത്തെ ഓപ്പറേഷത്തിന് ഒരു വയ്യും കാണുന്നില്ല. എന്നിട്ട് ഇങ്ങനെ ഇടം വരെ എത്തി എന്റെ മോക്ക് വേണ്ടിയിട്ട്. കരണ്ട, ആരെങ്കിലും സഹായിക്കും കേട്ടോ, ആരെങ്കിലും സഹായിക്കും നിങ്ങളെ. കരണ്ട, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങളെ സഹായിക്കും. സഹായിക്കാത്ത ആരും ഉണ്ടാവില്ല. 30 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സഹോദരിയുടെ പ്രയാസമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ക്യാൻസർ എന്ന മഹാരോഗം ബാധിച്ച് വീടിന്റെ ആധാരമൊക്കെ വെച്ചിട്ട് ലോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊന്നും അടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതൊന്നല്ല ഇപ്പോഴത്തെ ആവശ്യം. ഇവിടെ ചികിത്സയാണ് ഇപ്പൊ ആവശ്യം. വല്ലാത്തൊരു സങ്കടത്തോടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിക്കടുത്ത് പിണറായി ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു സഹോദരിയുടെ വളരെ സങ്കടകരമായ വിഷയങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങോട്ട് നോക്കിയ തലയുടെ ഒരു ഭാഗം ഇന്ന് മുഴ വന്ന് മാരകമായ ട്യൂമർ ബാധിച്ച് ചികിത്സിക്കാൻ ഒന്നുമില്ല കയ്യിൽ. ആരും വലിയവരെ സഹായിക്കാൻ ഇദ്ദേഹത്തിന്റെ ഭർത്താവ് കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ പോയി അവിടെ ക്ലീൻ ചെയ്യുന്ന തുച്ഛമായ പൈസ കൊണ്ട് ആരെങ്കിലും വിളിച്ചാൽ മാത്രം കല്യാണത്തിന് പോകും. പന്തൽ കെട്ടലും അങ്ങനത്തെ ഒക്കെ പരിപാടിയായിട്ട് പോകുന്നതാണ്. ഈ ഒരു സഹോദരി തലക്കും അതുപോലെ ശരീരം മാസകലം കിഡ്നിക്കും ലിവറും ലിൻസിനൊക്കെ ബാധിച്ചിട്ട് ഇമ്മ്യൂണിയ തെറാപ്പിക്ക് തന്നെ 1 ലക്ഷം രൂപേന്റെ ഇഞ്ചക്ഷൻ വേണ്ടി വരും. ഒറ്റ ഇഞ്ചക്ഷൻ തന്നെ 1 ലക്ഷം രൂപേന്റെ അടുത്ത് ഇഞ്ചക്ഷൻ. ഒരു വർഷം തന്നെ ഇഞ്ചക്ഷൻ അടിച്ചാൽ തന്നെ 10-12 ലക്ഷം രൂപയാവും. അതിന് പുറമെ ഇവർക്ക് 15 ലക്ഷം രൂപ അടിയന്തരമായി സർജറിക്ക് കണ്ടെത്തുന്നുണ്ട്. ഇവരുടെ സങ്കടങ്ങൾക്ക് ഒരു പരിഹാരം കാണുവാൻ ഒരു ചികിത്സാ സഹായ കമ്മിറ്റിയുമായി നിങ്ങൾ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. വളരെ പ്രയാസമാണ്. ക്യാൻസർ രോഗമാണ് ബാധിച്ചതെന്ന് അറിഞ്ഞത് വളരെ സങ്കടമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.